ഹലോ എല്ലാവർക്കും നമസ്കാരം. കൽക്കി 2898 AD സംഭവത്തിൻ്റെ കോൺസെപ്റ്റ് എല്ലാം കൊള്ളായിരുന്നു. ബുജ്ജി കാർ, മറ്റേ വേൾഡ് എല്ലാം കൊള്ളായിരുന്നു. പക്ഷേ പ്രവാസ്കാർ ഉള്ളതുകൊണ്ട് ഞാൻ പടത്തിന് ബുക്ക് ചെയ്യാൻ പോയില്ല. കാരണം പുള്ളിക്കാരൻ ലാസ്റ്റ് പല പടങ്ങളും ഫ്ലോപ്പാണ്. ആര്യപുരുഷ അല്ലെങ്കിൽ സാഹോ, രാധേശ്യാം എല്ലാം ഫ്ലോപ്പാണ്. സലാറാണെങ്കിൽ എനിക്ക് കണ്ടിട്ട് അത്ര പിടിച്ചില്ല. അതുകൊണ്ട് ഈ പടത്തിൻ്റെ റിവ്യൂ വന്നിട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചു. റിവ്യൂ വന്നപ്പോൾ എന്താണ് ഫുൾ പോസിറ്റീവ്. അങ്ങനെ ഞാൻ ഇന്ന് തന്നെ അവിടെ ബുക്ക് ചെയ്ത് പോയി കണ്ടു. പടത്തിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുക, ഒരു ഹോൾ ഡിഫറെൻറ്റ് പരിപാടിയാണ്. അതായത് ഇന്ത്യൻ സിനിമയിൽ ഒരു ബെഞ്ച് മാർക്കൊക്കെ സെറ്റ് ചെയ്തൊരു പടമാണ് ബാഹുബലി. ബാഹുബലി കഴിഞ്ഞ് പിന്നീട് എനിക്ക് അങ്ങനെ തോന്നിയ സിനിമയാണ് ബ്രഹ്മാസ്ത്ര. ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷനൊന്നും ഇല്ലെങ്കിലും പടം നല്ല പടമാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്നതാണ് ഈ സിനിമ, അതായത് കൽക്കി 2898 AD. ഇപ്പോൾ ആദിപുരുഷൻ്റെ രാമായണമാണെങ്കിൽ ഈ പടത്തിൽ മഹാഭാരതം അത്രയേ ഉള്ളൂ. പക്ഷേ ഈ മഹാഭാരതവും അതുപോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആ കാലഘട്ടം, ഈ കാലഘട്ടങ്ങൾ തമ്മിൽ നല്ല അന്തരമുണ്ട്. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് ഈ ഓരോ ആൾക്കാരുടെ ഒരു ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും ആ ഒരു കാരണങ്ങളൊക്കെ പറയുമ്പോൾ ഒരു സംഭവമാണെങ്കിലും എല്ലാം കൊള്ളായിരുന്നു. അതുപോലെ തന്നെ ഈ മഹാഭാരതമൊക്കെ കാണിക്കുമ്പോൾ സംഭവം കംപ്ലീറ്റ് AI ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം കൊള്ളായിരുന്നു. പടത്തിന് സ്റ്റാർട്ടിങ്ങിലാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്, കുറച്ച് ഭാഗത്തേ ഉള്ളൂ റിയൽ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാലഘട്ടം കാണിക്കുമ്പോൾ കുറേ VFX ആണ്. ഈ VFXൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല ഇംഗ്ലീഷ് പടങ്ങളും കണ്ട സംഭവം തന്നെ, പക്ഷേ ഇന്ത്യൻ ഉള്ളൊരു സംഭവത്തിൽ ഇത് വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം അട്രാക്റ്റീവായിട്ട് തോന്നി. പിന്നെ അതിൽ തന്നെ പേഴ്സണലി എനിക്ക് ഏറ്റവും എടുത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വണ്ടികളാണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വെഹിക്കിൾസ് എല്ലാം കൊള്ളായിരുന്നു. അതുപോലെ ഓരോ സ്ഥലങ്ങളുടെ ഒരു ഏരിയൽ വ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിലേക്ക് അകത്ത് പോകുമ്പോൾ ഓരോ കാഴ്ചകളാണെങ്കിലും അതൊക്കെ കൊള്ളായിരുന്നു. അതുപോലെ ഓരോ ആയുധങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു എഫക്റ്റ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ആക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു സ്വാഗും പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പടം അമിതാഭ് ബച്ചൻ മുന്നിൽ. കാരണം പ്രവാസാണ് നായകൻ എന്നുണ്ടെങ്കിൽ പോലും പ്രവാസിനില്ലാത്ത സ്വാഗാണ് പുള്ളിക്കാരന് പല സ്ഥലങ്ങളിലും വന്നിരിക്കുന്നത്. അമിതാഭ് ബച്ചൻ്റെ ഒരു ഫൈറ്റും ആ വന്നുള്ള നിപ്പും ആ നോട്ടും ആ സംസാരവും എല്ലാം അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഫൈറ്റിലൊക്കെ നമുക്ക് എന്താണ് ആ ഒരു അജാനബാഹു വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ സൂപ്പറായിരുന്നു. പ്രത്യേകിച്ച് പ്രഭാസ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം എന്താണ് നല്ല ഹൈറ്റും വെയിറ്റും ഒത്ത ശരീരമുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ വരെ കൊച്ചാകുന്ന രീതിക്കുള്ളൊരു സംഭവമാണ് അമിതാഭ് ബച്ചൻ വന്നിരിക്കുന്നത്. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ ടീസർ അല്ലെങ്കിൽ ട്രെയിലർ കാണുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒറ്റ കാര്യം പ്രഭാസായിരുന്നു. ഞാൻ പ്രഭാസ് ഹീറ്ററൊന്നുമല്ല, പക്ഷേ എന്നാലും പുള്ളിക്കാരൻ എനിക്ക് അത്രയും കൊണ്ട് പിടിച്ചില്ല ഇതിൽ. പക്ഷേ ഈ പടത്തിൽ പുള്ളി അത്യാവശ്യം കൊള്ളായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഫൈറ്റിലൊക്കെ പ്രഭാസിന് ആ ഒരു സ്വാഗ് ഉണ്ടായിരുന്നു. ലുക്ക് വൈസ് എല്ലാം കൊള്ളായിരുന്നു. ഇപ്പോൾ ആദിപുരുഷിൽ മേക്കപ്പ് ഇട്ട് വലിപ്പിച്ച പോലെ ഈ പടത്തിൽ പുള്ളിക്കാരനെ വലിപ്പിച്ചിട്ടില്ല. ആ ഒരു ലുക്കെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഉള്ള ആളാണ് അന്നാബൻ. അതായത് മലയാളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ കാണുന്നൊരു പ്രവണതയാണ് പല സിനിമകളിലും മലയാളം ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ചിട്ട് ചെറിയ റോൾ കൊടുക്കുക അല്ലെങ്കിൽ അത്ര നല്ല അല്ലാത്ത റോൾ കൊടുത്തിട്ട് വിടുന്നത്. പക്ഷേ ഇതിൽ അന്നാബിൻ്റെ റോള് അടിപൊളിയായിരുന്നു. പുള്ളിക്കാരിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പുള്ളിക്കാരി ആ ഒരു റോളിന് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. പുള്ളിക്കാരുടെ ഒരു ഓവറോൾ പരിപാടി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ശോഭന എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അത്യാവശ്യം റോൾ ഉണ്ട് കേട്ടോ, ചുമ്മാ വെച്ചിരിക്കുന്ന ആളല്ല. പക്ഷേ എനിക്ക് ശോഭനയുടെ കാര്യത്തിൽ കണ്ടപ്പോൾ ഒരു കല്ലുകടിയായിട്ട് തോന്നിയ കാര്യം ഡബ്ബിങ് അത്ര പോലായിരുന്നു. ഡബ്ബിങ് തീരെ മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്നാൽ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു നല്ലപോലെ തന്നെ. ഇത് പുള്ളിക്കാർ തന്നെയാണോ ഡബ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഡബ്ബിങ് എനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഉള്ള ആളാണ് കമൽഹാസൻ്റെ ഇൻട്രൊഡക്ഷൻ സീനുണ്ട് മോനെ. പുള്ളിക്കാരൻ്റെ ആ ഒരു സംഭവം കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ ഞെട്ടിയിരുന്നു പോകും. നമുക്കറിയാം അത് കമൽഹാസനാണെന്ന്, പക്ഷേ എന്നാലും നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. അതുപോലെ പുള്ളിക്കാരനെ ലാസ്റ്റൊക്കെ കാണിക്കുന്നൊരു സംഭവമുണ്ട്, അഡ്രിനാലിൻ റഷ്. അതുപോലെയുള്ള ആളാണ് ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ വലിയ റോളൊന്നുമില്ല, കുറച്ചേ അപ്പിയർ ചെയ്യുന്നുള്ളൂ. പിന്നീട് ഈ ഒരു ഫ്രാഞ്ചൈസിലേക്ക്, ഈ കൽക്കി ഫ്രാഞ്ചൈസിൽ പിന്നീടും പുള്ളിക്കാരൻ അപ്പിയർ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ പ്രോപ്പറായിട്ടുള്ള എൻഡിങ് ഒന്നും കാണിക്കുന്നില്ല, മിക്കവാറും പിന്നെയും വരും. ഓക്കെ, ദുൽഖർ സൽമാൻ കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ള ആളാണ് വിജയ് ദേവർകൊണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അപ്പിയർ ചെയ്യുന്ന രണ്ട് കാലഘട്ടത്തിലാണ്. പിന്നെയുള്ള സംഭവമാണ് പടത്തിൻ്റെ മ്യൂസിക്. BGM എല്ലാം കൊള്ളായിരുന്നു, എനിക്ക് അങ്ങനെ വലിയ പോരായ്മയൊന്നും തോന്നിയില്ല. പക്ഷേ പാട്ട് എനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല. പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ പാടെ ഒരു സോങ്ങേ ഉള്ളൂ. ആ ഒരു സോങ്ങിൽ ചെറിയൊരു പോർഷൻ അല്ലാതെ മനസ്സിലായി, ചെറിയൊരു പോർഷൻ ഉണ്ട് ലാസ്റ്റ് പോർഷൻ അല്ലാതെ എനിക്ക് എവിടെ അത്രയും കൂടി സോങ് അത്രയും ഇഷ്ടപ്പെട്ടില്ല. വിഷ്വൽസ് കൊള്ളായിരുന്നെങ്കിലും എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അത്രയും നല്ല പടത്തിൽ സോങ് മാത്രം എനിക്കൊരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഉള്ള കാര്യമാണ് ഈ പടത്തിൽ വന്നിരിക്കുന്ന ഫൈറ്റ് മാസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്. നമുക്കറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്റർ ഹീൻ അൻബറും ചെയ്തിട്ടുണ്ട്. ഫൈറ്റുകളൊക്കെ കൊള്ളായിരുന്നു. എല്ലാം ലെങ്തി ഫൈറ്റാണ്. അതായത് ടർബോയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രഭാസിന് ഇൻട്രോ ഉള്ള ഫൈറ്റ്, ഇടയ്ക്ക് മിഡിൽ വരുന്നൊരു മെയിൻ ഫൈറ്റ്, പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് വരുന്ന ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു 1.5 ഫൈറ്റാണ്. നല്ല ലെങ്ത് ഉണ്ട്. ഫൈറ്റും കൊള്ളായിരുന്നു, ഫൈറ്റും അടിപൊളിയായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പടം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതൊരു തിയേറ്റർ വാച്ച് ഡിസേർവ് ചെയ്യുന്നൊരു സിനിമയാണ്. കാരണം അതിനുള്ള സംഭവം ഉണ്ട് ഇതിൽ. നിങ്ങൾ ബാഹുബലി ഫോൺ കണ്ടെങ്കിലിരിക്കും, പോട്ടെ RRR ഫോൺ കണ്ടെങ്കിലിരിക്കും, അതുപോലെ തന്നെ കൽക്കി നിങ്ങൾ ഫോൺ കണ്ടാൽ വരാൻ പോകുന്നത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഓക്കെ.